നമസ്കാരം, ഞാൻ ആയുഷ് മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പച്ചമുളക് ചെടി അടക്കമുള്ള പച്ചക്കറി ചെടികളൊക്കെ ബാധിക്കുന്ന മുരടിപ്പ് പോലുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരവുമായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തേക്കുക. പിന്നെ ഇത് കൂടാതെ നമുക്ക് ആയുഷ് മീഡിയ എന്ന പേജിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പേജും കൂടിയുണ്ട്, അതും കൂടി ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇനി വീഡിയോയിലേക്ക്. നമ്മൾ സാധാരണ പച്ചക്കറി ചെടികളൊക്കെ നട്ട് കഴിഞ്ഞ് അത്യാവശ്യം വളർച്ചയൊക്കെ ആവുന്ന ഒരു സ്റ്റേജിലാണ് മുരടിപ്പ് ബാധിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതലുള്ളത് പച്ചമുളക് ചെടിയിലാണ്. അതിനൊരു പ്രധാന കാരണം നമ്മുടെ മണ്ണ് തന്നെയാണ്. കേരളത്തിലെ മണ്ണിൽ പൊതുവെ അസിഡിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ കുമ്മായൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ കുമ്മായ ഉപയോഗിച്ച് കഴിഞ്ഞാലും പലപ്പോഴും ഈ മുരടിപ്പ് ബാധിക്കാറുണ്ട്. നമ്മൾ അതിനുവേണ്ടി മൈക്രോ ന്യൂട്രൻ്റ് ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ മുരടിപ്പ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇത് രണ്ട് വിധത്തിലാണ് മാർക്കറ്റിൽ കിട്ടുന്നത്. ഒന്ന് വ്യാവസായിക ആവശ്യത്തിനും പിന്നൊന്ന് ഡൊമസ്റ്റിക്, അതായത് നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക്. നമ്മളിപ്പോൾ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ അളവിലുള്ള അതാണ് കിട്ടുക. അത് സാധാരണഗതിയിൽ ഒരു 3% അങ്ങനെ നേർപ്പിച്ചുള്ളതാണ് കിട്ടുക. അതിനൊരു 100 മില്ലി ബോട്ടിലിന് ഏതാണ്ട് 18-20 ആ ഒരു റേഞ്ചിലാണ് ആകുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് ഇതാണ്. ഇതിനധികം വിലയൊന്നുമില്ല, 100 മില്ലിയാണ്, 18 രൂപയുടെയാണ്. ഈ കാണുന്നതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. ഇത് 3% ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്, അതായത് ഒരുപാട് വീര്യം കുറഞ്ഞതാണ്. ഇനിയും ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഒരു സ്പ്രെയർ എടുത്തിട്ട് അതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിക്കുകയാണ്. ഇതെൻ്റെ സ്പ്രെയറാണ്. അതിലേക്ക് ഞാൻ 1 ലിറ്റർ വെള്ളം ഒഴിക്കുകയാണ്. ഇനിയും നമ്മൾ ഇതിലേക്ക് 3 മില്ലി ഹൈഡ്രജൻ പെറോക്സൈഡ് എടുക്കുകയാണ്. അതായത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 3 മില്ലി ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്ത് നേർപ്പിച്ച് വേണം നമുക്ക് സ്പ്രേ ചെയ്യാൻ. ഞാനിപ്പോൾ ഒരു സ്പൂൺ എടുത്ത് അതിലേക്ക് ഒഴിക്കുകയാണ്. അത് ഏകദേശം ഒരു 3 മില്ലിയാണ്. ശകലം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം ഉണ്ടാകും, അത് പ്രശ്നമല്ല. നമ്മൾ ഈ സ്പൂണിലെടുത്ത ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഒഴിക്കുകയാണ്. ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് അടച്ചിട്ട് നന്നായിട്ടൊന്ന് കുലുക്കുക. കാരണം എല്ലായിടത്തും ഒന്ന് ശരിക്കൊന്ന് ഈ വെള്ളമായിട്ടൊന്ന് ചേരാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ 3 മില്ലി ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് ഷെയ്ക്ക് ചെയ്ത് ഇനി നമ്മൾ സ്പ്രെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്ത് വെച്ചേക്കുക. പ്രഷറൊന്ന് ഫില്ല് ചെയ്തേക്കുക. ഇനി ഞാനിത് പരീക്ഷിക്കാൻ പോകുന്നത് എൻ്റെ പച്ചമുളക് ചെടിയിലാണ്. ഇത് ഏതാണ്ട് മൊത്തത്തിൽ മുരടിച്ച് നിൽക്കുകയാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല വളർച്ചയൊക്കെ ആയതിനു ശേഷമാണ് ഈ മുരടിപ്പ് കാണാൻ തുടങ്ങിയത്. ഇടയ്ക്കൊന്ന് 2 മഴയൊക്കെ പെയ്തതിന് ശേഷമാണ് ഇത് കൂടിയത്. ആദ്യം ചെറുതായിട്ടേ ഉള്ളായിരുന്നു. മഴ പെയ്തപ്പം ശരിക്കും നന്നായിട്ടായിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ മുരടിച്ചിരിക്കുന്ന ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയുകയാണ്. ഒരു കത്രിക വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇലകളെല്ലാം അവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല. നല്ല മുരടിപ്പുള്ള ഇലകൾ മാത്രം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചെടി മുഴുവനെ ഇലയും തണ്ടും എല്ലാം നനയുന്ന വിധത്തിൽ നമ്മൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ 3 മില്ലി ഒഴിച്ച് നേർപ്പിച്ചത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം പോലും വിട്ടുപോകാത്ത വിധത്തിൽ നമ്മൾ എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പം കഴിവതും വൈകുന്നേരം വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. നല്ല വെയിലുള്ള സമയത്ത് ഒരിക്കലും സ്പ്രേ ചെയ്ത് കൊടുക്കല്. വൈകിട്ടാകുമ്പോൾ വെയിലൊക്കെ താണു നിൽക്കുന്ന ആ ഒരു സമയത്ത് വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. ഇത് മൊത്തം നനഞ്ഞതിന് ശേഷം അല്പം അതിൻ്റെ ചുവട്ടിലും, അതായത് ആ മണ്ണിൽ ഇത് നട്ടേക്കുന്ന ചെടി നട്ടേക്കുന്ന ആ ചുവടിനും ചുറ്റിനും നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആ മണ്ണിലൊക്കെ ഒന്ന് പിടിക്കുന്ന വിധത്തിൽ ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഈ ചെടിയുടെ മുകൾവശം ഒന്ന് മൂടി വെക്കുക. ഏറ്റവും കുറഞ്ഞ ഒരു 10 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ ഇരിക്കട്ടെ. അതായത് നമ്മൾ ഇന്ന് വൈകിട്ട് നമ്മളിത് സ്പ്രേ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് ഇട്ട് വെച്ചാൽ നമ്മൾ നാളെ രാവിലത്തേക്ക് ഇത് എടുത്ത് മാറ്റിയാൽ മതി. പ്ലാസ്റ്റിക് ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ ചെടി നിറയെ പുതിയ ഇലകൾ ഉണ്ടാകുന്നത്. അത്യാവശ്യം തെറ്റില്ലാത്ത വിധത്തിൽ തഴച്ചു വളരുക. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശാശ്വത പരിഹാരമൊന്നുമല്ല. 100% റിസൾട്ടൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടില്ല. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിട്ടിയാൽ ഊട്ടി പോയ ചട്ടി ആ ഒരു രീതിയേ ഉള്ളൂ. രക്ഷപ്പെട്ട് കിട്ടിയാൽ കിട്ടി. ഒരിക്കലും മുരടിപ്പ് ബാധിച്ച ചെടി നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഒരിക്കലും നമുക്ക് പഴയ ഒരു നല്ല ആരോഗ്യമുള്ള ചെടിയെ പോലെ ആയി കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു 100% റിസൾട്ടൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. ഈ കാണുന്നത്
മുമ്പൊരിക്കൽ മുരടിപ്പ് ബാധിച്ച ചെടിയാണ്. ഇതിൽ ഞാൻ ഹൈഡ്രജൻ പെറോക്സൈഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പുതിയ ഇലകളൊക്കെ വന്നതിന് ശേഷമുള്ള റിസൾട്ടാണ്. അത്യാവശ്യം നല്ല വിളവായിട്ടുണ്ട്, അത്യാവശ്യം നന്നായിട്ട് തഴച്ചു വളർന്നിട്ടുമുണ്ട്. പക്ഷേ എങ്കിലും ഒരു രോഗമില്ലാത്ത നല്ല ആരോഗ്യമുള്ള ചെടി പഴയ ചെടി പോലെ ഒരിക്കലും ആയിട്ടില്ല. പല യൂട്യൂബ് വീഡിയോസിലും പറയുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാകും, എല്ലാം പഴയതുപോലെ തഴച്ചു വളർന്ന് ചെടിയൊക്കെ നല്ല ആരോഗ്യമാകും, മുരടിപ്പ് കംപ്ലീറ്റ് മാറുമെന്നാണ്. പക്ഷേ ഞാൻ പച്ചമുളക് ചെടിയിലും എൻ്റെ അതുപോലെ പൂച്ചെടിയിലെല്ലാം ഞാൻ പ്രയോഗിച്ചു. പക്ഷേ ഒരു 100% റിസൾട്ട് ഒരിക്കലും പ്രതീക്ഷിക്കല്. പക്ഷേ നമുക്ക് നശിച്ചു പോകാവുന്ന ഒരു പച്ചക്കറി ചെടിയെ രക്ഷിച്ചെടുക്കാൻ ഇതിനുള്ള കഴിവുണ്ട്. എങ്കിലും ഒരു 100% ഒന്നും റിസൾട്ട് പ്രതീക്ഷിക്കേണ്ട. അത്യാവശ്യം ഒരു വിളവൊക്കെ കിട്ടും, അത്യാവശ്യം ഒരു തഴച്ചു വളരുകയൊക്കെ ചെയ്യും, കുറേയൊക്കെ മുരടിപ്പ് മാറും. പക്ഷേ എന്നാലും പുതിയതായിട്ട് ഇലകൾ വരുമ്പോൾ അതിനൊരിക്കലും ഒരു രോഗമില്ലാത്തൊരു ഇലകളുടെ കൂട്ട് ഒരു ആരോഗ്യമൊന്നും കാണത്തില്ല. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ കിട്ടിയാൽ ഊട്ടി പോയ ചട്ടി എന്ന രീതിയിൽ നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കുക. ഒരു ചെടി നശിച്ചു പോകുന്നതിനെക്കാട്ടും നല്ലതാണ് അതിൽ കുറേയൊക്കെ വിളവ് കിട്ടുന്ന വിധത്തിൽ നമുക്കൊന്ന് രക്ഷിച്ചെടുക്കാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അടുത്ത ദിവസം നമ്മൾ മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട്